welcome back to my YouTube channel. It's me, Karthu. ഇന്ന് ഞാൻ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്, ഒരു വീക്ക് ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ രാവിലത്തെ കുറേ ഇത് കഴിഞ്ഞ് എൻ്റെ അജണ്ടേഴ്സ് എല്ലാം കഴിഞ്ഞു. ഇനി എൻ്റെ സ്കിൻ കെയർ ആണ്. സ്കിൻ കെയർ എന്ന് വെച്ചാൽ ഒരു മോയ്സ്ചറൈസർ, ഒരു സൺക്രീമും പിന്നെ ലിപ് ബാം, എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ. ഇത് ഞാൻ മുടങ്ങാതെ എന്ന് രാവിലെ ഫേസ് ഒന്ന് വാഷ് ചെയ്ത ഉടനെ ചെയ്യുന്ന കാര്യമാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് മുടിയും കെട്ടി വെച്ച് അപ്പോഴത്തേക്ക് എൻ്റെ സ്കിൻ കെയർ കഴിഞ്ഞ് രാവിലത്തെ. അത് കഴിഞ്ഞ് നേരെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും നോക്കാൻ പോകണം. രാവിലെ എണ്ണീറ്റൊന്ന് ഫ്രഷപ്പൊക്കെ ആയി. ഇനി ബാൽക്കണിയിലോട്ട് വന്നോടെ ഇന്നത്തെ തണുപ്പ് എങ്ങനെ ഉണ്ടെന്ന്. ഇന്ന് -ഒന്നുമില്ല എന്ന് കാണിക്കുന്ന വെത്തത്. ഭയങ്കര തണുപ്പൊന്നുമില്ല. അഖിൽ രാവിലെ പോയി, ഞാനിപ്പോൾ എണ്ണീറ്റതേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കണം, സ്മൂത്തി എന്തെങ്കിലും, അതാകുമ്പോൾ എളുപ്പമാണ്. പിന്നെ എൻ്റെ പെടലി ഉളുക്കി ഇന്നലെ കിടന്ന് ഉറങ്ങിയതിൻ്റെ അതിൻ്റെ എന്തോ ഒരു പ്രശ്നമുണ്ട്, പെടലി വയ്യ വേദനയാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. പിന്നെ നമ്മളെ ലഞ്ചിൻ്റെ എന്തെങ്കിലും ഉണ്ടാക്കണം. ഇന്നിനി അത്രയേ ഉള്ളൂ. ഞാൻ രാവിലെ എണ്ണീച്ച ഉടനെ കുറച്ച് വെള്ളം കുടിക്കും. രാവിലെ ഞാൻ ചായയോ കാപ്പിയോ ഒന്നും കുടിക്കത്തില്ല, ജസ്റ്റ് കുറച്ച് വെള്ളം. പണ്ട് മുതലേ ഞാൻ അങ്ങനെയാണ്. എൻ്റെ അമ്മയും ചായയും കാപ്പിയൊന്നും കുടിക്കത്തില്ല, അപ്പോൾ അത് കണ്ടിട്ട് ഞാനും അങ്ങനെയാണ്. സോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അവക്കാഡോ സ്മൂത്തി ഉണ്ടാക്കാമെന്ന് വെച്ച് അവക്കാഡോ ഹാഫ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഹാഫ് അവക്കാഡോയും കുറച്ച് ഡേറ്റ്സും മധുരത്തിന് വേണ്ടി ഇട്ട് അവക്കാഡോ സ്മൂത്തി ഉണ്ടാക്കാം. നോർമലി ഞങ്ങൾ ബനാനയും ബ്ലൂബെറിയും എല്ലാം ഇട്ടിട്ട് ആ സ്മൂത്തി ഒരിക്കലും അറിയുന്ന അവക്കാഡോ ഉണ്ടായതുകൊണ്ട് ബനാന ഇടത്തില്ല. അവക്കാഡോ ഇടുമ്പം തന്നെ നല്ല തിക്കാവും. സോ അതിൻ്റെ ആവശ്യമില്ല ബനാനയുടെ. മധുരത്തിന് വേണ്ടി 2-3 ഡേറ്റ്സ്. കുറച്ച് പാലൊഴിക്കാം. ഒരാളിൽ അഖിൽ പോയി, എനിക്ക് വേണ്ടി മാത്രം മതി. ഇപ്പൊ കുറച്ചെടുക്കുന്നതേ ഉള്ളൂ. അങ്ങനെ സ്മൂത്തിയൊക്കെ ഉണ്ടാക്കി. ഇപ്പം സമയം 9 മണി ആയിട്ടേ ഉള്ളൂ. നേരമൊക്കെ വെളുത്ത് വരുന്നതേ ഉള്ളൂ. വിൻ്റർ ആയതുകൊണ്ട് ലേറ്റ് ആവും നേരം വെളുക്കാൻ തന്നെ. പിന്നെ അതൊക്കെ കുടിച്ച് അത് കഴിഞ്ഞിട്ട് നേരെ ഉച്ചക്കത്തേക്കുള്ള നേരത്തെ ഉണ്ടാക്കിയങ്ങ് വെക്കും. അപ്പോൾ പിന്നെ പണി കഴിയുമല്ലോ പെട്ടെന്ന്. ഇന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ മാരിനേറ്റ് ചെയ്ത് ഇന്നലെ വെച്ചിട്ടുണ്ട്. സവാള ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഇതിനകത്ത് ഇടാം, ബിരിയാണിക്കകത്ത് ഇടാൻ വേണ്ടി സവാള ഫ്രൈ ചെയ്യാം. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഞാൻ എല്ലാത്തിനും കുറച്ച് എണ്ണ യൂസ് ചെയ്യുള്ളൂ. എനിക്ക് ഒരുപാട് എണ്ണ പറ്റില്ല. കുറച്ച് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ വേണ്ടിയാ. ബിരിയാണിന്ന് ഹെൽത്തി എല്ലാം അറിയാം. എന്നാലും അഖിൽ ഉച്ചയ്ക്ക് അവിടുന്ന് മേടിച്ച് കഴിക്കത്തേ ഉള്ളൂ. രാവിലെ കഴിച്ചിട്ട് പോയി, ഉച്ചയ്ക്ക് മേടിച്ച് കഴിക്കും. ഇനി വൈകിട്ടേ കഴിക്കത്തുള്ളൂ. ഞാൻ മാത്രമേ ഉള്ളൂ ഉച്ചയ്ക്ക് കഴിക്കാൻ. ഇപ്പം സമയം എത്രയായി? 10:15 ഉള്ളൂ സമയം. എനിക്ക് എല്ലാ ദിവസവും ഇങ്ങനെ ചോറും കറിയും കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ ചില ദിവസങ്ങളിൽ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കും. ചിക്കൻ ഞാൻ ഇന്നലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ജസ്റ്റ് ഒന്ന് എടുത്ത് ഉണ്ടാക്കിയാൽ മതി. ഇനി നമുക്ക് ഉള്ളി വഴറ്റി എടുക്കാം. സവാള തന്നെ എടുത്തേക്കുന്നത്. സവാളയും ജിഞ്ചർ ഗാർലിക്കും കൂടെ വഴറ്റുക. എൻ്റെ റെസിപ്പി ഒന്നും അറിയാം, ഷാൻജിയോടെ റെസിപ്പി നോക്കിയതാണ്. ഉള്ളിക്കാട്ട് കുറച്ച് ഉപ്പും കൊടുക്കണം. റൈസ് വെക്കാൻ വേണ്ടി വെള്ളം വെച്ച്, വെള്ളത്തിനകത്ത് കുറച്ച് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഉള്ളി ഉണ്ടല്ലോ, ഉള്ളിയും എല്ലാം കൂടി ഇട്ട് വെച്ച്. ഇപ്പോൾ തിളച്ചിനി റൈസ് ഇടാം. നമ്മുടെ ചോറ് വെന്ത് അത് എടുത്ത് ഊറ്റിയില്ല, ഞാൻ വെള്ളം പറ്റിച്ചിട്ടാ ചോറ് വെച്ചത്. പിന്നെ ചിക്കൻ കറി ഇവിടെ ആയിക്കൊണ്ടേയിരിക്കും. ദം ചെയ്യാൻ പോവാ. ഞാൻ ഇന്ന് ഓവനിനകത്ത് വെച്ചാൽ ദം ചെയ്യാൻ പോകുന്നത്. കാരണം മീൻസ് നമ്മുടെ അടുപ്പിൽ വെക്കാൻ പാത്രമില്ല, അത് കരിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതിനകത്തോട്ട് ദം ആക്കാൻ വേണ്ടി വെച്ചിട്ട് ഓവനിലോട്ട് കയറ്റി വെക്കാമെന്ന് വിചാരിച്ച്. നോക്കട്ടെ, ആദ്യമായിട്ടാണ് ഞാൻ ഓവനിൽ വെക്കുന്നത്. ഇനി ലെയർ ചെയ്യുക. ഫസ്റ്റ് ഞാൻ റൈസ് ഇട്ടു, പിന്നെ കുറച്ച് ഗ്രേവി ഒഴിച്ചു, പിന്നെ റൈസ് ഇട്ടു, പിന്നെ നമ്മൾ ആ മല്ലിയിലയും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഓണിയനും എല്ലാം കൂടെ ഇട്ട് ലെയർ ചെയ്ത്, നോർമലി ലെയർ ചെയ്യുന്ന കണക്ക് ലെയർ ചെയ്ത് എടുത്തിട്ട് അവസാനം ഫോയിൽ പേപ്പർ കൊണ്ടൊന്ന് മൂടി
ഓവനകത്ത് കയറ്റാനാണ് പ്ലാൻ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഓവനിൽ വെക്കുന്നത്. എനിക്ക് എങ്ങനെ ആവുമെന്നൊന്നും എനിക്കറിയില്ല. ഞാനൊരു ടെമ്പറേച്ചറിൽ 250 ഡിഗ്രിയിൽ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം അല്ലാണ്ട് ഇഞ്ചക്ഷനിൽ വെക്കാനുള്ള പാത്രമില്ല, ഇത്രയും വലിയൊരു പാത്രമില്ല, ഉള്ളത് കരിഞ്ഞു പോകും. അതുകൊണ്ട് പിന്നെ വെച്ച് എന്നാൽ പിന്നെ ഓവനിൽ വെച്ച് എങ്ങനെ ഉണ്ടെന്ന് നോക്കാമെന്ന്. ദം ചെയ്യാൻ വേണ്ടി റെഡിയാക്കി. ഇനി ഫോയിൽ പേപ്പർ കൊണ്ടൊന്ന് മൂടിയിട്ട് അതിനകത്ത് വെക്കാം, ഓവനിനകത്തോട്ട് കയറ്റാം. ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ട് എക്സോസ് ഇട്ടേക്കുന്നുണ്ടാണ്. ഈ പുക വരുമ്പോൾ നമ്മുടെ ഫുഡിന് എന്തായാലും നല്ല പുക വരുമല്ലോ. പുക വരുമ്പോൾ ഇവിടെ അലാം അടിക്കും. അതുകൊണ്ട് എപ്പോഴും എക്സോസ് ഇട്ടേക്കും കുക്ക് ചെയ്യുമ്പോൾ. ഇവിടെ ജർമ്മനിയിൽ ഇവിടുത്തെ ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാണ്ട് ജോലി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എനിക്ക് അഖിലിനാണ് ജോലി കിട്ടിയിട്ടുള്ളൂ. ഞാനിവിടെ ജോലി നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ലാംഗ്വേജ് ഇല്ലാണ്ട് എവിടെ അപ്ലൈ ചെയ്താലും റിജക്ഷനേ വരുന്നുള്ളൂ. ഇൻ്റർവ്യൂ പോലും ഇതുവരെ കിട്ടുന്നില്ല. എനിക്കറിയാവുന്ന ഫ്രണ്ട്സിനും അത് തന്നെ 1 ഇയറൊക്കെ ആയിട്ട് വന്നിട്ടും ലാംഗ്വേജ് ഇല്ലാത്തതുകൊണ്ട് ജോലി കിട്ടാൻ നല്ല പാടാണ്. അതും IT ആണ്, എന്നിട്ട് പോലും കിട്ടുന്നില്ല. അപ്പോൾ ഇനി അടുത്തത് ലാംഗ്വേജിൻ്റെ പ്രശ്നം, അത് പഠിക്കണം. അങ്ങനെയുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ ബിരിയാണി റെഡിയായി ഓവനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇതാണ് ബിരിയാണിയുടെ അവസ്ഥ. നല്ല കണക്ക് തന്നെ കിട്ടി. ഞാൻ പ്രതീക്ഷിക്കുന്നതിൽ നല്ല കണക്ക് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ TV ഇട്ടിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ കണ്ടില്ലേലും എനിക്ക് TV ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കണം, ഒരു സൗണ്ട്. അതിന് വേണ്ടി ഇട്ടേക്കും. കുക്ക് ചെയ്യുമ്പോഴായാലും ഫുഡ് കഴിക്കുമ്പോഴായാലും എപ്പോഴും ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഇട്ടേക്കും. സിനിമയോ പാട്ടോ എന്തെങ്കിലും ഒരു ഇത് ഇട്ടേക്കും. ഞാൻ കാണത്തൊന്നുമില്ല, ചുമ്മാ ഇട്ടേക്കുന്നതാണ്. ഇത് നല്ല സൺ വരുന്നുണ്ട്. ഇപ്പോഴേ കാണും ഈ വെയിൽ. കുറച്ച് കഴിയുമ്പോൾ വെയിൽ, 1 മണിക്കൂറത്തേക്കൊന്ന് വെയിൽ വരും. നോക്കട്ടെ. നല്ല കുറച്ച് വെയിൽ കിട്ടുന്നുണ്ടെന്ന്. ഇത് ഞങ്ങളുടെ ബാക്ക് യാർഡ്. മരത്തിൽ നിന്നെല്ലാം കൊഴിഞ്ഞു പോയി. മരമൊക്കെ വിൻ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മുടെ ഡിഷ് വാഷർ കഴുകിക്കഴിഞ്ഞ്. അപ്പോൾ നോക്കാം. കഴുകിക്കഴിഞ്ഞ് ഇതെല്ലാം എടുത്ത് വെക്കണം. ഇന്ന് കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതെല്ലാം കഴുകാനിട്ട് തിരിച്ചെടുത്ത്. വിൻ്റർ ആയതുകൊണ്ട് വെളിയിൽ വെച്ച് ഉണക്കാന്ന് വെച്ചാൽ നടക്കത്തേ ഇല്ല. അകത്ത് വെച്ച് തന്നെയാണ് ഉണക്കുന്നത്. പിന്നെ നമ്മൾ റൂമിൽ കൊണ്ട് വെക്കും. ഹോളിൽ വെച്ചാൽ ഫുഡിൻ്റെ സ്മെല്ല് തുണിയിൽ തന്നെ ഇങ്ങനെ തങ്ങി നിൽക്കും. അതുകൊണ്ട് റൂമിൽ കൊണ്ട് വെക്കും. റൂമിൽ ഹീറ്റർ ഇടുമല്ലോ, അപ്പോൾ 2 ദിവസത്തിനുള്ളിലൊക്കെ ഉണങ്ങി കിട്ടാറുണ്ട്. അതും വലിയൊരു പ്രശ്നം. ഡ്രയർ ഇല്ല ഇവിടെ വാഷിംഗ് മെഷീൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉണങ്ങാൻ ഒരു ഹീറ്റർ ഉണ്ടെങ്കിൽ 2 ദിവസം കൊണ്ടൊക്കെ ഉണങ്ങി കിട്ടും. നമ്മൾ വീക്കിലി ഗ്രോസറി ഷോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഗ്രോസറി മേടിക്കേണ്ട ദിവസമാണ്. മൺഡേയോ ട്യൂസ്ഡേ ഏതെങ്കിലും ഒരു ഡേയിലാണ് നമ്മൾ ഗ്രോസറി ഷോപ്പ് ചെയ്യാറ്. അപ്പോൾ അഖില് ജോലി കഴിഞ്ഞ് കോപ്പനിക്കിൽ എത്തും. അപ്പം ആ സമയം ആകുമ്പോൾ ഞാനും അങ്ങോട്ട് എത്താമെന്ന് വെച്ചു. 3 മണിയാകുമ്പോഴാണെങ്കിലും അവിടെ എത്തുന്നത്. അപ്പം ഞാനും അങ്ങോട്ടേക്ക് പോയി ഗ്രോസറിയൊക്കെ ഷോപ്പ് ചെയ്തിട്ട് ഡ്രസ്സ് പെട്ടെന്ന് മാറി. നിങ്ങൾ കാണുന്നത് ഞാനൊരു ഷോർട്സ് എടുക്കാൻ വേണ്ടി, റീൽസ് എടുക്കാൻ വേണ്ടി ഡ്രസ്സ് മാറിയതാണ്. അപ്പോൾ അഖിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് കോപ്പനിക്കിലോട്ട് എത്തണം. സോ നമുക്ക് അങ്ങോട്ട് പോകാൻ റെഡിയായി. ഇന്ന് ഭയങ്കര തണുപ്പൊന്നുമില്ല, നല്ലൊരു വെതർ. ഒരുപാട് തണുപ്പുമില്ല, എന്നാൽ സണ്ണൊന്നും ഇല്ല. സൂര്യനെ കണ്ടിട്ടേ കുറേ നാളായി. ഇവിടെ നിന്ന് വേറെ ആരുമില്ല, ഞാൻ മാത്രം. നെക്സ്റ്റ് മന്ത് നമ്മൾ ഈ വീട് മാറുക. 6 മന്ത്സിന് വേണ്ടിയായിരുന്നു ഈ വീട്. സോ നെക്സ്റ്റ് മന്ത് വേറെ വീട്ടിലോട്ട് പോകും. കിട്ടിയില്ല, വീട് നോക്കുന്നുണ്ട്. വരാറായില്ല. അങ്ങനെ ഞാൻ ഇവിടെ ഒരു മോളിൽ കയറിയതാണ്. ബാക്കിലാണോ ക്രിസ്മസ് ട്രീ ഒക്കെ വന്നിട്ടുണ്ട്. അഖിലിനി 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ വരൂ. അപ്പം നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഇവിടെ ഫുൾ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസും ട്രീസും ഒക്കെ ആയി ഒരു മോളിനകത്ത് ഫുള്ളായിട്ട്. അഖില് അവിടെ സിഗ്നലിൽ നിൽക്കുന്നുണ്ട്. അഖില് വന്ന് ഇനി നേരെ ഞങ്ങൾ പെണ്ണിലോട്ട് പോകും. ഈ കാണുന്ന മെഷീൻ പീഫാൻ എന്നാണ് പറയുന്നത്. നമ്മൾ കുപ്പിയിൽ വെള്ളം മേടിക്കുമ്പോൾ അതിനകത്ത് എക്സ്ട്രാ പൈസ അവർ ചാർജ് ചെയ്യും. അപ്പോൾ ആ പൈസ നമുക്ക് കുപ്പി ഇവിടെ കൊണ്ട് റീസൈക്കിൾ ചെയ്യുമ്പോൾ കിട്ടും. ഓരോ കുപ്പിക്കും 25 സെൻറ്റ്, അങ്ങനെ പല സെൻറ്റ് ആയിരിക്കും. ഡിപ്പെൻസ് അപ്പോൺ ദ ബോട്ടിലാണ്. അപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിൻ്റെയും ഫ്രണ്ടിൽ ഇതേമാതിരി കാണാം. അപ്പോൾ നമുക്ക് പൈസ ഇങ്ങോട്ട് റീഫണ്ട് കിട്ടും. അത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കൊണ്ട് കൊടുത്താൽ അതിൻ്റെ ബാലൻസ് പേ ചെയ്താൽ മതി.
ഈ ആഴ്ചത്തെ ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നേരെ വീട്ടിലോട്ട് പോവുക. ഇനി എല്ലാം എടുത്ത് അതേതായ സാധനത്തൊക്കെ എടുത്ത് പറക്കി വെച്ചിട്ട് രാത്രിയിലത്തെ ഡിന്നർ ഉണ്ടാക്കണം. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ചിക്കൻ ആൻഡ് ബ്രോക്കോളി റോളാണ്. അതിന് വേണ്ടി ചിക്കനും ബ്രോക്കോളിയും ഇപ്പം തന്നെ മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഡിന്നർ ഉണ്ടാക്കാം. ഇന്ന് ഡിന്നർ ഉണ്ടാക്കാൻ റാപ്പ് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അങ്ങനെ കുറച്ച് ബ്രൊക്കോളിയും കുറച്ച് അവക്കാഡോ ഒക്കെ എടുത്ത് കട്ട് ചെയ്തെടുത്ത് ചിക്കൻ റാപ്പാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ അകില് ഇവിടെ അരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. എനിക്ക് ചിക്കൻ്റെ സ്കിൻ കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അകില് ചിക്കൻ സ്കിൻ കട്ട് ചെയ്യാൻ മിടുക്കനാണ് അല്ലേ? വളരെ മിടുക്കനാണ് ചിക്കൻ കൈകാര്യം ചെയ്യാൻ. ബട്ടറിനകത്ത് ബ്രൊക്കോളി ഇങ്ങനെ ഒന്ന് സോട്ട് ചെയ്തെടുക്കും. ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ചിക്കൻ ഇട്ട് ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. എങ്ങനെ ഉണ്ടാക്കില്ലേ? കൊള്ളാമോ? ഞങ്ങൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഒരു സിനിമയെ കണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഇന്ന് കാണിച്ചേക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.